നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ശക്തൻ തമ്പുരാന്റെ സ്വരാജ് റൗണ്ട് മാതൃകയിൽ ശക്തൻ തമ്പുരാൻ നഗറിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആകാശപാത വെള്ളിയാഴ്ച വൈകിട്ട് പൊതുജനത്തിന് തുറന്നു നൽകുമെന്ന് മേയർ MK വർഗീസ്. കേരള വിഷൻ ലിമിറ്റഡിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം കാസിനോ ഹോട്ടലിൽ സിഡ്കോ പ്രസിഡന്റ് വിജയ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആംബുലൻസിൽ സുരേഷ് ഗോപി വന്നിറങ്ങിയ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് മന്ത്രിസഭയിൽ മന്ത്രി K രാജൻ ആവശ്യപ്പെട്ടു. പുത്തൂർ റോഡ് വികസനത്തിന് ടെൻഡർ നടപടികൾ ആരംഭിച്ചു. 33 കോടി രൂപയുടെ പ്രവൃത്തിക്കാണ് ടെൻഡർ. ദേശീയപാത കുതിരാനിൽ വഴുക്കുംപാറയിൽ കാർ തടഞ്ഞ് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. വാർത്തകൾ വിശദമായി. ശക്തൻ തമ്പുരാന്റെ സ്വരാജ് റൗണ്ട് മാതൃകയിൽ ശക്തൻ നഗറിൽ ആകാശപാത സമർപ്പണം വെള്ളിയാഴ്ച വൈകിട്ട് നടത്തുമെന്ന് മേയർ MK വർഗീസ്. തൃശൂർ കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അർബൻ ട്രാൻസ്പോർട്ട് സെക്ടറിൽ നടപ്പാക്കിയ മാതൃകാപരമായ പദ്ധതിയാണ് ആകാശപാത. ശക്തൻ മാർക്കറ്റ്, മത്സ്യമാംസ മാർക്കറ്റ്, ശക്തൻ ബസ് സ്റ്റാൻഡ്, ശക്തൻ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഗോൾഡൻ ഫ്ലീം മാർക്കറ്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ ജനനിബിഡ കേന്ദ്രമാണ് ശക്തൻ നഗർ. ഏറ്റവും ചുരുങ്ങിയത് ദിനം പ്രതി 50,000-ലധികം ജനങ്ങൾ വന്നുപോകുന്നു. അപകടങ്ങളും വർദ്ധിക്കുന്നുണ്ട്. 4 വർഷത്തിനിടയിൽ നിരവധി അപകട മരണങ്ങൾ ഉണ്ടായി. ആയിരക്കണക്കിന് ബസ്സുകളും കാറുകളും ചരക്ക് ലോറികളും ട്രാഫിക് ജാമിൽ അകപ്പെടുന്നു. ഇതെല്ലാം മനസ്സിലാക്കി പൊതുജനങ്ങൾക്ക് റോഡ് ക്രോസിംഗ് പൂർണ്ണമായി ഒഴിവാക്കി ബദൽ സംവിധാനം എന്ന നിലയിൽ ആകാശപാത പൂർണ്ണമാക്കി. 1-ാം ഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തീകരിച്ചു. 2-ാം ഘട്ടത്തിൽ പൂർണ്ണമായി ശീതീകരിച്ച് 4 പ്രവേശന കവാടങ്ങളിലും ആകാശപാതയിലേക്ക് അനായാസം പ്രവേശിക്കുന്നതിന് ലിഫ്റ്റുകളും, നെറ്റ് സീറോ എനർജിക്കായി സൗരോർജ്ജ സോളാർ പാനലുകളും, സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകാൻ 20 CCTV ക്യാമറകളും ഉൾപ്പെടെ 11 കോടിയോളം രൂപ ചെലവഴിച്ച് ഇന്നത്തെ ആകാശപാത പൂർത്തീകരിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ തൃശൂർ നഗരസഭയെ തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷ് നിർവഹിക്കും. സെൻട്രലൈസ്ഡ് AC-യുടെ സ്വിച്ച് ഓൺ റവന്യൂ മന്ത്രി K രാജനും ലിഫ്റ്റ് ശൃംഖലയുടെ ഉദ്ഘാടനം മന്ത്രി R ബിന്ദു നിർവഹിക്കും. ആകാശപാതയുടെ നെറ്റ് സീറോ എനർജി തലത്തിലുള്ള സൗരോർജ്ജ പാനൽ പ്രവർത്തനോദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപിയും CCTV-യുടെ ഉദ്ഘാടനം MLA P ബാലചന്ദ്രനും നിർവഹിക്കും. റോഡുകളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടം കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ അപകടരഹിതമായ ഒരു ശക്തനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ഒരു പ്രൊജക്റ്റ് നമ്മളവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഏകദേശം 11.5 കോടി രൂപയോളം ഇപ്പോൾ അത് ആ പ്രൊജക്റ്റിന് വേണ്ടി നമുക്ക് ചെലവഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അത് പൂർത്തീകരിച്ചിരിക്കും. കാരണം അതിനകത്ത് 20ഓളം CCTV-കളുണ്ട്. ഫുള്ളി എയർ കണ്ടീഷനാണ്. ഒപ്പം തന്നെ അതിനകത്ത് സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഒരു 50% ഇനി രണ്ടാമത് വീണ്ടും കുറച്ചും കൂടി അതിനകത്ത് സോളാർ പാനലുകൾ സ്ഥാപിക്കാനുണ്ട്. അങ്ങനെ അത് പൂർത്തീകരിച്ചു കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായും അത് സൗരോർജ്ജ ഒരു സ്കൈവാക്ക് ആയി മാറും. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കറിയാം 4 ലിഫ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അതിനകത്ത് നടന്നു വരുന്നവർക്ക് വളരെ ആയാസമായി മുകളിലേക്ക് കയറി പോകാനുള്ള സംരംഭം, നടന്നു കയറാനുള്ള സംരംഭമുണ്ട്. അപ്പോൾ യാതൊരു തരത്തിലും ഇനി ക്രോസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മൾ ഇവിടെ നടപ്പിലാക്കാൻ പോകും. അതിനൊക്കെ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. കാരണം ഇതൊരു തുടക്കമാണ്. ആദ്യത്തെ മാതൃകാപരമായ MO റോഡിൻ്റെ ഒരു തുടക്കം. അപ്പോൾ നമ്മളത് പറഞ്ഞിട്ട് ACP ഓഫീസിൻ്റെ അവിടെ നിന്ന് ഡിവൈഡറുകൾ സ്ഥാപിച്ച് 2 സൈഡ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് വാഹനങ്ങൾക്ക് നിശ്ചയ ഒരു സംരംഭത്തിൽ കൂടെ ശക്തനെ വട്ടം ചുറ്റി വന്ന് വേണം ഇനി ബസ് സ്റ്റാൻഡിലേക്ക് കയറി പോകാവുന്ന ഒരു പുതിയ മാതൃക പോലീസും നമ്മളും കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് നടപ്പിലാക്കുന്നത്. കേരള വിഷൻ ലിമിറ്റഡിന്റെ ആനുവൽ ജനറൽ മീറ്റിംഗ് തൃശൂർ കാസിനോ ഹോട്ടലിൽ സിഡ്കോ പ്രസിഡന്റ് വിജയ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
കേരള വിഷൻ ചെയർമാൻ PM നാസർ അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ MD T ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, എക്സിക്യൂട്ടീവ് മെമ്പർ അബൂബക്കർ സിദ്ദീഖ്, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P ആന്റണി, KCCL ഡയറക്ടർ VP ബിജു എന്നിവർ സംസാരിച്ചു. CV രാജൻ, കമ്പനി സെക്രട്ടറി കൃഷ്ണകുമാർ എന്നിവർ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പിരിഞ്ഞുപോകുന്ന ഡയറക്ടർമാരെ ആദരിച്ചു. ഫിനാൻസ് ഡയറക്ടർ മോഹനചന്ദ്രൻ സ്വാഗതവും ഹാരിസ് നന്ദിയും അറിയിച്ചു. ഈ 20ാമത് HCLലേക്ക് എത്തുമ്പോൾ നമ്മൾക്ക് ഏറ്റവും വലിയൊരു നഷ്ടം എന്ന് പറയുന്നത് 19ാമത് HCL കഴിഞ്ഞ വർഷം നമ്മൾ തിരഞ്ഞെടുത്ത 9 ഡയറക്ടർമാരിൽ നിന്ന് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ചെയർമാനായി തിരഞ്ഞെടുത്ത വിനോദിൻ്റെ വേർപാട് തന്നെയാണ് നമ്മൾ ഏറ്റവും ദുഃഖത്തിലായിരുത്തിയത്. അദ്ദേഹത്തിൻ്റെ ചൊല്ലിക്കുന്ന ഓർമ്മയ്ക്ക് മുമ്പ് ഒരു രക്തപുഷ്പം അർപ്പിച്ചുകൊണ്ട് HCL നടപടി ആരംഭിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു വർഷം ഡയറക്ടർ ബോർഡ് വളരെ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ കഴിഞ്ഞു എന്നതിൻ്റെ കൃത്യമായ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇന്ന് HCL നമ്മൾ ഈ ഡയറക്ടർ ബോർഡ് നേരിടുന്നത്. നമ്മുടെ ഡിജിറ്റൽ കണക്ടിവിറ്റി കേരളത്തിലെ ഇന്ത്യയിലെ മൊത്തത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തൃശ്ശൂർ കേരള വിഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ HCL സെപ്റ്റംബറിൽ നമ്മൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കണക്ഷനുകൾ കൊടുത്തുകൊണ്ട് ഇന്ന് KCCL ഡിസ്ട്രിബ്യൂട്ടർമാരിൽ കേരള വിഷൻ തൃശ്ശൂർ കേരള വിഷൻ നമ്പർ 1 തന്നെയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഡിജിറ്റൽ കണക്ടിവിറ്റിയിലായാലും ശരി, ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയിലായാലും പറയുന്നത് എപ്പോഴും ഒരു മുമ്പേ സഞ്ചരിക്കുന്ന സംഘടനയും സംരംഭ പ്രവർത്തനവുമാണ് തൃശ്ശൂരിൽ നടന്നിട്ടുള്ളതെന്ന് നമ്മളെന്നും പറയാം. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഇത് 20ാമത്തെ HCL 20-21 വർഷങ്ങൾക്ക് മുമ്പ് TCV ചാനൽ ആരംഭിച്ച കേരള വിഷൻ എന്ന കമ്പനി ഇന്ന് നമ്മുടെ സംസ്ഥാന തലത്തിൽ നമ്മുടെ പൊതു ബ്രാൻഡ് നെയിമാണ് കേരള വിഷനെങ്കിലും കേരള വിഷൻ എന്ന കമ്പനി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് തൃശ്ശൂരിലാണ്. പിന്നീട് സംസ്ഥാന തലത്തിൽ ഉള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പേര് നമ്മളതുകൊണ്ട് മാറ്റിയെടുക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ അനുയോജ്യമായ പേരായതുകൊണ്ട് നമ്മളത് സംസ്ഥാന തലത്തിൽ നിന്ന് ഉപയോഗിച്ച് വരികയാണ്. ഇപ്പം ചെയർമാൻ പറഞ്ഞു തൃശ്ശൂരിൽ മാത്രം തൃശ്ശൂരിൻ്റെ അയൽ ജില്ലകളിലേക്ക് പോലും ഈ സർവീസ് കൊടുക്കുകയും ഇപ്പം ഡിജിറ്റൽ കണക്ടിവിറ്റിയിലായിരുന്നു ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കഴിഞ്ഞ് നമ്മുടെ KCCLൻ്റെ സംരംഭ കൺവെൻഷൻ നടന്നപ്പോൾ 2 ലക്ഷം കൂടുതൽ കണക്ടിവിറ്റി നൽകിയ ഡിസ്ട്രിബ്യൂട്ടർക്കുള്ള അവാർഡ് കൂടി നിങ്ങൾ കരസ്ഥമാക്കുകയാണ്. ആ രീതിയിൽ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് തൃശ്ശൂരിലെ കേരള വിഷൻ. അതേസമയത്ത് നമ്മളിപ്പോൾ കേബിൾ ഓപ്പറേറ്റർ എന്ന പദത്തിനപ്പുറത്തേക്ക് നമ്മൾ ഇപ്പം മൾട്ടി സർവീസ് പ്രൊവൈഡർ നമ്മൾ ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ നമ്മൾ ഡിജിറ്റൽ കേബിൾ TV സർവീസിനപ്പുറത്തേക്ക് ബ്രോഡ്ബാൻഡ് സർവീസ്, വോയിസ് സർവീസ് എല്ലാം കൊടുക്കുന്ന മൾട്ടി സർവീസ് പ്രൊവൈഡറായി മാറുകയും ഇപ്പം നമ്മുടെ ഒരു KCCL ഒരു ഉന്നതി എന്താണെന്ന് പറയുന്നത് പിന്നെ ഡിജിറ്റലിലാണെങ്കിൽ നമ്മൾ 5ാം സ്ഥാനത്തും ബ്രോഡ്ബാൻഡ് സർവീസിലാണെങ്കിൽ 7ാം സ്ഥാനത്ത് ഒരു സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോഴാണ് നമ്മൾ അത്രയും വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങിയതിന്റെ ഗൂഢാലോചനയിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് മന്ത്രിസഭയിൽ ഉന്നയിച്ചുകൊണ്ട് K രാജൻ. തൃശൂർ പൂരം അലങ്കോലമായ ദിവസം സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങുന്ന വീഡിയോ പുറത്തായതിനാൽ സേവാഭാരതി ആംബുലൻസിൽ സുരേഷ് ഗോപി വന്നിറങ്ങുന്നതും രോഗികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ആംബുലൻസിൽ NDA സ്ഥാനാർത്ഥി വന്നിറങ്ങിയതും വിവാദമായിരുന്നു. പൂരം നിർത്തിവെക്കുന്ന സാഹചര്യത്തിൽ ആദ്യം എത്തിയത് സുരേഷ് ഗോപി. ആംബുലൻസിൽ സുരേഷ് ഗോപിയെ എത്തിച്ചതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് LDF-ഉം കോൺഗ്രസും ആ ഘട്ടത്തിൽ ഉയർത്തി. ആരോപണങ്ങൾക്ക് ബലം പകരുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പൂരത്തിന്റെ പ്രധാന ചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെടാതിരുന്ന NDA സ്ഥാനാർത്ഥി സേവാഭാരതി ആംബുലൻസിൽ വന്നുവെന്നുള്ളത് ദുരൂഹമെന്ന് CPI നേതാവ് VS സുനിൽകുമാർ പറഞ്ഞു. ആംബുലൻസ് രോഗികളെ കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനമാണ്, മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. റവന്യൂ മന്ത്രിയും താനുമടക്കം
നടന്നാണ് അങ്ങോട്ടേക്ക് എത്തിയത്. വാഹനങ്ങൾ വിട്ടിരുന്നില്ല. പൂരം അരങ്കോലപ്പെട്ടതും അതിന് കാരണം ഇടതുപക്ഷ മുന്നണിയാണെന്ന പ്രചാരണവും സുരേഷ് ഗോപിയുടെ ആംബുലൻസിലുള്ള വരവുമെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതായി VS സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ പൂരം അട്ടിമറിക്കൽ, യൂത്ത് ലീഗ് മാർച്ചിനു നേരെ ജലപീരങ്കി. മുഖ്യമന്ത്രിയും RSSും പോലീസ് മേധാവിയും ചേർന്നുള്ള മാഫിയ കൂട്ടുകെട്ടിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് ആസ്ഥാനത്തിനു സമീപം ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി TPM ജിഷാൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ്, യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തിരുവത്ത്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ്, MSF സംസ്ഥാന സെക്രട്ടറി SA അൽ റസീൽ, യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ KK സക്രിയ എന്നിവർ പ്രസംഗിച്ചു. പുത്തൂർ റോഡ് വികസനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ടെൻഡർ ചെയ്തു. സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ പുത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട പയ്യപ്പള്ളി മൂല മുതൽ കുട്ടനെല്ലൂർ ഹൈവേ അണ്ടർപാസ് വരെയുള്ള റോഡ് നിർമ്മാണ പ്രവർത്തികൾ ടെൻഡർ ചെയ്തതായി റവന്യൂ മന്ത്രി അറിയിച്ചു. കേരള റോഡ് ഫണ്ട് ബോർഡാണ് 33 കോടി രൂപയുടെ പ്രവൃത്തി ടെൻഡർ ചെയ്തത്. 2 ഘട്ടമായിട്ടാണ് ക്രമീകരണം. പ്രിബിഡ് ഒക്ടോബർ 3-നും തുടർന്ന് ടെക്നിക്കൽ ബിഡ് ഒക്ടോബർ 10-നും നടക്കും. നിലവിൽ 7 മീറ്റർ മാത്രം വീതിയുള്ള റോഡ് അത്യാധുനിക നിലവാരത്തിൽ 15 മീറ്റർ വീതിയിൽ പുനർനിർമ്മിക്കും. സ്ഥലം ഏറ്റെടുക്കുന്നതിന് നഷ്ടപരിഹാരമായി 47 കോടി 30 ലക്ഷം രൂപ സ്ഥലം വിട്ടു നൽകിയവർക്ക് നൽകിയിരുന്നു. ഈ റോഡിൽ സ്ഥിതി ചെയ്യുന്ന പുത്തൂർ സമാന്തര പാലത്തിന്റെ ടെൻഡർ നേരത്തെ ചെയ്തിരുന്നു. സെപ്റ്റംബർ 28-ന് പുത്തൂർ സമാന്തര പാലത്തിന്റെ ടെൻഡർ തുറക്കുമെന്ന് മന്ത്രി രാജൻ അറിയിച്ചു. സൈബർ തട്ടിപ്പിലൂടെ 31.5 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത പ്രതികളെ പിടികൂടി തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസ്. ഓൺലൈൻ ട്രേഡിലൂടെ കൂടുതൽ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് കുറ്റുമുക്ക് സ്വദേശിയിൽ നിന്നും 31,97,500 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികളായ കോഴിക്കോട് കൊടിയത്തൂർ നെല്ലിക്കപ്പറമ്പ് സ്വദേശിയായ യാസിർ റഹ്മാൻ, മലപ്പുറം വെറ്റിലപ്പാറ സ്വദേശിയായ നാഫിക് P എന്നിവരെയാണ് തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. SMC ഗ്ലോബൽ സെക്യൂരിറ്റീസ് എന്ന സ്ഥാപനത്തിന്റെ ഉദ്യോഗസ്ഥരാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് വാട്സാപ്പിലൂടെ പരാതിക്കാരന് മെസ്സേജ് അയച്ചു. ഓൺലൈൻ ട്രേഡിലൂടെ ഇരട്ടി ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് മെസ്സേജുകൾ അയച്ചു. ട്രേഡിംഗിനെ പറ്റിയും ലാഭത്തെപ്പറ്റിയും അറിയുന്നതിനായി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കി. അംഗങ്ങളുടെ ലാഭത്തെക്കുറിച്ചും ട്രേഡിംഗിനെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ട് വിശ്വസിച്ച പരാതിക്കാരൻ കഴിഞ്ഞ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ 11 ഘട്ടങ്ങളിലായി 31,97,500 രൂപ ട്രേഡിംഗിലേക്കായി നിക്ഷേപിച്ചു. കൂടുതൽ വിശ്വാസം നേടിയെടുക്കാൻ കമ്പനി ലാഭവിഹിതം എന്ന് പറഞ്ഞ് 21,000 രൂപ തിരികെ കൊടുത്തു. പിന്നീട് ലാഭവിഹിതം കിട്ടാതെയായി. പരാതിക്കാരന് ചതി മനസ്സിലാകുകയും ക്രൈം പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെടുകയുമായിരുന്നു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഉള്ളവരാണെന്ന് കണ്ടെത്തുകയും അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടുകയുമായിരുന്നു. ഇൻസ്പെക്ടർ സുനിൽകുമാർ, സബ് ഇൻസ്പെക്ടർ K ജയൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിനിത് MS, സിവിൽ പോലീസ് ഓഫീസർമാരായ അഖിൽ കൃഷ്ണ, ചന്ദ്രപ്രകാശ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു.
ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. KSRTC ബസ് ഇടിച്ച് തകർന്ന ശക്തൻ തമ്പുരാൻ പ്രതിമയുടെ പീഠനിർമ്മാണം ആരംഭിച്ചു. ശില്പി മുരളി കുന്നുവിള എത്തി സ്ഥലം സന്ദർശിച്ചു. MLA P. ബാലചന്ദ്രനൊപ്പം ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡ് പരിസരത്തെത്തിയ ശില്പി സ്ഥലം കണ്ട് വിലയിരുത്തി. പ്രതിമ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ശില്പം പുനഃസ്ഥാപിക്കുമെന്ന് മുരളി കുന്നുവിള പറഞ്ഞു. KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM ഷറഫ് മുഹമ്മദ്, ഡെപ്യൂട്ടി മേയർ ML റോസി, കൌൺസിലർമാർ, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ, KSRTC ഉദ്യോഗസ്ഥർ എന്നിവരും ശില്പിക്കൊപ്പം ഉണ്ടായിരുന്നു. യന്ത്രവൽകൃത ഞാറുനടയിൽ ഉത്സവമാക്കി കുമ്പളങ്ങാട് പാടശേഖര സമിതി. കുറുമക്കാവ് ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്തുള്ള കുമ്പളങ്ങാട് പാടശേഖര സമിതിയുടെ 50 ഏക്കറിലാണ് മുണ്ടകൻ കൃഷി ഇറക്കുന്നത്. കഴിഞ്ഞ പ്രളയത്തിൽ വിരിപ്പു കൃഷി നാശത്തിൽ കലാശിച്ചതിനാൽ നൊമ്പരങ്ങൾ വിസ്മരിച്ച് അതിജീവന പോരാട്ടവുമായാണ് പാടശേഖര സമിതി യന്ത്ര ഞാറുനടലിന് കളമൊരുക്കുന്നത്. ഉമ നെൽവിത്താണ് ഉപയോഗിക്കുന്നത്. കാലാവസ്ഥകളിൽ വ്യതിയാനം വരുമ്പോൾ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പതിവാണെങ്കിലും പ്രളയം പോലുണ്ടാകുന്ന സർവനാശം നെൽകർഷകർക്ക് പേടി സ്വപ്നമാണ്. സുരേഷ് പട്ടാമ്പിയാണ് കരാറെടുത്ത് യന്ത്രവുമായി സ്ഥലത്തെത്തി കർഷകരുടെ അഭിരുചിക്കനുസരിച്ച് ഞാറുനടുന്നത്. പരമ്പരാഗത ശൈലിയിൽ നെൽകൃഷിയിൽ വ്യാപൃതരായതിനാൽ കാർഷിക വൃത്തി പാടെ ഉപേക്ഷിക്കുന്ന കാര്യം സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത സാഹചര്യത്തിലാണ് നൂതന കൃഷി സമ്പ്രദായം അവലംബിക്കുന്നതെന്ന് പാടശേഖര സമിതി സെക്രട്ടറി മാരിയിൽ രാമചന്ദ്രനും പ്രസിഡന്റ് PV പാപ്പച്ചനും പറഞ്ഞു. പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ 86 ഏക്കർ പാടുണ്ട്. അതിൽ നമ്മളിപ്രാവശ്യം ഒരു 50 ഏക്കറോളം മിഷീനാട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സാധാരണയായിട്ട് ഇവിടെ ചെയ്യാറുള്ളത് വടക്കേ ഇന്ത്യയിലുള്ള തൊഴിലാളികളാണ്. അവരുടെ നാട് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ്. കാരണം ഉള്ളിലൊക്കെ വളരെ ഗ്യാപ്പുകൾ വരിക. അത് കാരണം കൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ഒരു മിഷീൻ നാടാവാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം മിഷീൻ നാട് ഒരു 50 ഏക്കറിൽ ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമ്മൾ സാധാരണ നോർത്ത് ഇന്ത്യൻസാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് നല്ല വിളവാണെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം കംപ്ലീറ്റ് മിഷീൻ നാടാക്കണം എന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച 2 പോക്സോ കേസുകളിലെ പ്രതികളെ തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. കുറുക്കഞ്ചേരി പാണഞ്ചേരി ലൈൻ ദേശത്ത് തറയിൽ വീട്ടിൽ അജ്മൽ, അവണിശ്ശേരി സ്വദേശിയായ കുളങ്ങര വീട്ടിൽ ആൽബർട്ട് എന്നിവരെയാണ് ടൗൺ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടുന്നത്. കേസിലെ പ്രതിയായ ആൽബർട്ടിന് നെടുപുഴ, പുതുക്കാട്, തൃശൂർ ഈസ്റ്റ് എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 4ഓളം കേസുകളും അജ്മലിന് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ, നെടുപുഴ സ്റ്റേഷൻ എന്നിവിടങ്ങളിലായി 2 കേസുകളും നിലവിലുണ്ട്. അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ ജിജോ MJ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ദുർഗാലക്ഷ്മി, ജയലക്ഷ്മി, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരീഷ്, ദീപക് എന്നിവരാണ് ഉണ്ടായിരുന്നത്. പാണഞ്ചേരി മാർക്കറ്റിംഗ് സഹകരണ സംഘം പ്രസിഡന്റിനെ തേടി 3ാമത്തെ അവാർഡും എത്തി. തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച സഹകരണ സംഘത്തിനുള്ള സഹകരണ വകുപ്പ് ഉമ്മൻചാണ്ടി സ്മാരക പ്രഥമ പൊൻതൂവൽ അവാർഡ്, കേരള കൗമുദി എക്സലൻസ് അവാർഡ് എന്നിവ നേടിയ പാണഞ്ചേരി മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സഹകരണ സംഘം പ്രസിഡന്റ് റോയ് കെ ദേവസിയെ കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ പ്രസിഡന്റ് KC വിജയൻ പൊന്നാടയണിയിച്ച് KPCC ഓഫീസിൽ ആദരിച്ചു. സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ പ്രസിഡന്റുമാർ, തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു.
മുണ്ടകൻ കൃഷിക്ക് ആവശ്യമായ ജലം വാഴാനി ഡാമിൽ നിന്നും വിതരണം ചെയ്യുന്നതിനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിറക്കി. വാഴാനി ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഉപദേശക സമിതി യോഗത്തിന് ശേഷമാണ് ഉത്തരവിറങ്ങിയത്. വാഴാനി ഡാമിൽ നിന്നും 2024 മുണ്ടകൻ കൃഷിക്കായി കർഷകരുടെ ആവശ്യപ്രകാരം 4 ഘട്ടങ്ങളിലായി ജലവിതരണം നടത്തും. ഒന്നാം ഘട്ടം ഒക്ടോബർ 10 വരെയും, രണ്ടാം ഘട്ടം ഒക്ടോബർ 20 മുതൽ നവംബർ 5 വരെയും, മൂന്നാം ഘട്ടം നവംബർ 15 മുതൽ 27 വരെയും, അവസാന ഘട്ടം ഡിസംബർ 15 മുതൽ 31 വരെയും നടത്തും. വാഴാനി ഡാമിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് മൂലം അധിക ജലം ഒഴുകിവന്ന് വടക്കാഞ്ചേരി, കേച്ചേരി, മുക്കോല പുഴകളിലെയും ഇറിഗേഷൻ കനാലിലെയും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും കുട്ടികളും പുഴയിലോ കനാലിലോ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും കന്നുകാലികളെ കുളിപ്പിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി. പാടശേഖരങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ടെങ്കിൽ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും ഉത്തരവുണ്ട്. സ്വർണത്തിന്റെ കസ്റ്റംസ് തീരുവ കുറച്ചിട്ടും അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കുതിച്ചുയരുന്നു. സ്വർണം വാങ്ങൽ സാധാരണക്കാരന് അകലെയാകുന്നു. കേരളത്തിൽ സ്വർണം ഗ്രാമിന് 7060 രൂപ എന്ന റെക്കോർഡ് സ്ഥാപിച്ചു. പവന് 56,480 രൂപയായി. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ 2700 രൂപ കൂടി. പണിക്കൂലി GST ഉൾപ്പെടെ 61,000-ലധികം രൂപ ഒരു പവൻ സ്വർണത്തിന് നൽകണം. ഇറക്കുമതി ചെയ്യുന്നതിനാൽ ഇറക്കുമതി തീരുവ സ്വർണ്ണവില നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകമാണ്. കസ്റ്റംസ് തീരുവ 6% കുറച്ചതോടെ ജൂലൈ പകുതിയിൽ വിലയിൽ കുറവ് അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ദിനം പ്രതി വില കുതിച്ചുയരുകയാണ്. 24 ക്യാരറ്റ് തങ്കക്കട്ടിയുടെ വില 77 ലക്ഷം രൂപയായി. അന്താരാഷ്ട്ര സ്വർണ്ണവില $2,665 മഹാനവമി, വിജയദശമി, ദീപാവലി വരുന്നതിനാൽ ഇനിയും വില ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സണ്ണി ജോയ് പറയുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും അമേരിക്ക നിക്ഷേപങ്ങളിൽ പലിശ കുറച്ചതും സ്വർണത്തിൽ ഡിമാൻഡ് വർദ്ധിപ്പിച്ചു. ജനങ്ങൾ സ്വർണത്തിലേക്കാണ് നിക്ഷേപങ്ങൾ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണത്തിന് വൻ ഡിമാൻഡ് കൂടിയത് മൂലം സ്വർണത്തിൻ്റെ വിലയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പ്രാദേശികമായി പറയുകയാണെങ്കിൽ ഇനി ഉത്സവ സീസൺ തുടങ്ങുകയാണ്. പൂജ, അതുപോലെ തന്നെ ദീപാവലി, ഇനിയും വില വർദ്ധിക്കാനാണ് സാധ്യത. ഞങ്ങളുടെ അനുമാനത്തിൽ സ്വർണത്തിന് ഈ വരുന്ന 2025 വർഷങ്ങളിൽ ഒരു 75,000 രൂപയെങ്കിലും പവന് വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. പൊതുവെ വില കൂടിയ കാരണം കച്ചവടം മാന്ദ്യത്തിലാണ്. എന്നാലും സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവർ ഇപ്പോഴും കൂടുതൽ താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. മറ്റൊരു വേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992.
പൊന്നിന്നൂലിൽ ചേരും നേരം എന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് 2024-25 വാർഷിക പദ്ധതികളുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ കർഷകർക്കും ബന്ധപ്പെട്ട സർവീസ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കാർഷിക യന്ത്രങ്ങൾ റിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും കർഷക സംഘങ്ങൾക്കും അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും അതത് കൃഷിഭവനുമായോ തൃശൂർ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ ബന്ധപ്പെടാം. ഫോൺ നമ്പർ 7907004779. ദേശീയപാത കുതിരാൻ വഴുക്കുംപാറയിൽ കാർ തടഞ്ഞ് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്നതായി പരാതി. സ്വർണ്ണ കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. തൃശൂർ കിഴക്കേക്കോട്ട സ്വദേശി നടക്കിലാൻ അരുൺ സണ്ണിയും സുഹൃത്തുമാണ് ആക്രമിക്കപ്പെട്ടത്. കോയമ്പത്തൂരിൽ നിന്നും ആഭരണവുമായി കാറിൽ വരുന്നതിനിടെ മറ്റു 2 കാറുകളിലെത്തിയ അക്രമി സംഘം ഇവരെ മർദ്ദിച്ച് സ്വർണം കവരുകയായിരുന്നു. കുതിരാനു സമീപം വഴുക്കുംപാറയിൽ ഇവർ സഞ്ചരിച്ച കാർ അക്രമി സംഘം മുന്നിൽ കാറിട്ട് തടഞ്ഞ ശേഷം ഇരുവരെയും അവരുടെ കാറിൽ ബലമായി പിടിച്ചുകൊണ്ടുപോയി. ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തായത്. അക്രമം നടക്കുമ്പോൾ തൊട്ടുപുറകിൽ പാലക്കാട് നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസിന്റെ മുൻവശത്ത് സ്ഥാപിച്ച ക്യാമറയിലാണ് സിനിമാ മോഡൽ സ്വർണ്ണ കവർച്ചയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ആക്രമിച്ച ശേഷം കുട്ടനല്ലൂർ ഭാഗത്തെത്തിയപ്പോൾ അരുൺ സണ്ണിയെ കാറിൽ നിന്നും ഇറക്കിവിട്ടു. സുഹൃത്തുമായി സംഘം കടന്നുകളഞ്ഞു. അരുൺ സണ്ണിക്ക് കാര്യമായ മർദ്ദനമേറ്റിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സംഭവം സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കി. സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസ് വടക്കാഞ്ചേരിയിലേക്ക് തിരിച്ചുവരുന്നു. സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസിനും ക്വാർട്ടേഴ്സിനും പുതിയ കെട്ടിടം പണിയാൻ 1.2 കോടി രൂപ അനുവദിച്ചതായി സേവർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. കാലപ്പഴക്കം മൂലം കെട്ടിടങ്ങളുടെ ദയനീയ അവസ്ഥയെ തുടർന്ന് തൃശൂർ ചെമ്പൂക്കാവിലെ വാടക കെട്ടിടത്തിലേക്ക് 2012 മുതൽ ഓഫീസ് പ്രവർത്തനം മാറിയിരുന്നു. ഈ ഓഫീസാണ് ആധുനിക സൗകര്യങ്ങളോടെ തിരികെ വരുന്നത്. കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ മൂലം സ്ഥലം മാറിപ്പോയ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസ് വടക്കാഞ്ചേരിയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന നിരന്തരമായ ആവശ്യവും ഇടപെടലും ഉണ്ടായിരുന്നു. ഓഫീസ് റൂം, സ്ട്രോങ് റൂം, കമ്പ്യൂട്ടർ റൂം, റെക്കോർഡ് റൂം സൗകര്യങ്ങളോടെ 1,20,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നത്. വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക, പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ കൂടുതൽ വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് വിവിധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക, വനം വകുപ്പിനെ പൊതുജനങ്ങളുമായി കൂടുതൽ ബന്ധിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം നടത്തിവരുന്നു. 2023-24 വർഷത്തെ നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരുതക്കാട് സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസ് ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ കഴിയുമെന്ന് സേവർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. വടക്കാഞ്ചേരിയിലെ കരുതക്കാട് പ്രവർത്തിച്ചു വന്നിരുന്ന സോഷ്യൽ ഫോറസ്ട്രിയുടെ റേഞ്ച് ഓഫീസും അവർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സും കാലപ്പഴക്കം മൂലം കെട്ടിടം നാശോന്മുഖമായപ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്നും അത് മാറിപ്പോവുകയാണ് ഉണ്ടായത്. 2012 അപ്പോൾ അത് മാറിപ്പോയതിന് ശേഷം ആ ഓഫീസിൻ്റെ പ്രവർത്തനം തൃശ്ശൂർ ചെമ്പുക്കാവിലാണ് നടന്നു വന്നിരുന്നത്. തുടർച്ചയായ ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു MLA എന്ന നിലയ്ക്കും ആ നിലയിൽ. ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ ഫോറസ്ട്രിയുടെ ഈ ഓഫീസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഏകദേശം 48 പഞ്ചായത്തും 4 മുനിസിപ്പാലിറ്റി ഒരു കോർപ്പറേഷനും ഇതിൻ്റെ പരിധിക്കകത്ത് വരും. അപ്പോൾ അത്രയും വിപുലമായ ഒരു ഓഫീസാണ്. അപ്പോൾ ആ ഓഫീസിൻ്റെ പരിധി എന്ന് പറയുന്നിടത്ത് നിന്ന് ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കരുതക്കാട്. വനംവകുപ്പിൻ്റെ 44 സെൻറ്റ് സ്ഥലവും അവിടെയുണ്ട്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 1,20,00,000 രൂപ ഒരു ഓഫീസ് കെട്ടിടത്തിനും ഒരു ക്വാർട്ടേഴ്സിനും വേണ്ടി ഇപ്പോൾ ഭരണാനുമതിയായിട്ടുണ്ട്. നബാർഡിൻ്റെ 2023-24 പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സിൽക്കിനെ ആണ് അതിൻ്റെ നിർവഹണ ഏജൻസി എന്ന രീതിയിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കാനും മറ്റ് നടപടികൾക്കും വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വടക്കാഞ്ചേരിയിൽ നിന്നും
പിന്നെ പോയ ഒരു ഓഫീസ് വടക്കാഞ്ചേരിയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ സ്കൂൾ കോളേജുകളിലെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നടത്തുന്ന മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ പരിപാടിയിൽ കന്നേറ്റുപാടം GHSSലെ വിദ്യാർത്ഥികളെത്തി. ഗതാഗത പ്രശ്നങ്ങൾ, ബസ് സർവീസുകളുടെ കുറവ് എന്നിവ വിദ്യാർത്ഥികൾ ശ്രദ്ധയിൽപ്പെടുത്തി. തങ്ങളുടെ ഇഷ്ടങ്ങളും കഴിവും അനുസരിച്ചുള്ള മേഖലകൾ തിരഞ്ഞെടുത്ത് ഭാവി സുനിശ്ചിതമാക്കാൻ കളക്ടർ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. പ്രിൻസിപ്പാൾ PG ഷീല, അധ്യാപകരായ A ജാസ്മിൻ, TU തസ്ലിമ എന്നിവർക്കൊപ്പം 30 വിദ്യാർത്ഥികളാണ് കളക്ടറേറ്റിലെത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തൻ തമ്പുരാന്റെ സ്വരാജ് റൗണ്ട് മാതൃകയിൽ ശക്തൻ തമ്പുരാൻ നഗറിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആകാശപാത വെള്ളിയാഴ്ച വൈകിട്ട് പൊതുജനത്തിന് തുറന്നു നൽകുമെന്ന് മേയർ MK വർഗീസ്. കേരള വിഷൻ ലിമിറ്റഡിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം കാസിനോ ഹോട്ടലിൽ സിഡ്കോ പ്രസിഡന്റ് വിജയ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആംബുലൻസിൽ സുരേഷ് ഗോപി വന്നിറങ്ങിയ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് മന്ത്രിസഭയിൽ മന്ത്രി K രാജൻ ആവശ്യപ്പെട്ടു. പുത്തൂർ റോഡ് വികസനത്തിന് ടെൻഡർ നടപടികൾ ആരംഭിച്ചു. 33 കോടി രൂപയുടെ പ്രവൃത്തിക്കാണ് ടെൻഡർ. ദേശീയപാത കുതിരാനിൽ വഴുക്കുംപാറയിൽ കാർ തടഞ്ഞ് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.